രാഹുൽ ഗാന്ധിയുടെ പൗരത്വ കേസ് എന്തായി? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ കുറ്റം പറയും. കാരണം കുറ്റം പറയാത്ത തരമില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പൗരനാണ് എന്നു പറയുന്ന പരാതി ഡൽഹി ഹൈക്കോടതിയിലൊരു പരാതിയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസാണ്. ആ ഹർജിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരായിട്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടി പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വത്തെക്കുറിച്ച് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ് അല്ലേ, ഇന്ത്യയിലെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ. എല്ലാ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി മത്സരിക്കുന്ന ആൾക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്നുള്ള ആക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBI വന്നിരിക്കുന്നു. വലിയ വാർത്തയല്ലേ? നമ്മുടെ നാട്ടിൽ ഒറ്റ പത്രത്തിൽ വന്നിട്ടില്ല. ഡൽഹി ഹൈക്കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറഞ്ഞതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ CBI എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ളതാണ്. നമ്മൾ പറയുന്ന പോലെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു സേനയാണ് ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള CBI. അപ്പോൾ വേണമെങ്കിൽ പറയാം, പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ CBI അന്വേഷണം നടത്താൻ. നമ്മൾ ഇതേ സമയത്ത് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1983 രാഹുൽ ഗാന്ധിയുടെ മാതാവ് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുക്കുന്നത്. എന്നാൽ 1980 വോട്ടർ പട്ടികയിൽ ഇന്ത്യയിൽ പൗരത്വം എടുക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധിയുടെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച ഒരു കേസും ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോഴും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായി തുടരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച് പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. ഇത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഇയാൾ ബ്രിട്ടീഷുകാരനാണ്, ഇന്ത്യയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യണം. നമ്മൾ കാണുന്നില്ലേ, അമേരിക്കയിൽ നിന്ന് ട്രംപ് വന്നതിന് ശേഷം ആളുടെ കയ്യിലും കാലിലും ചങ്ങലയൊക്കെ ഇട്ട് ഇന്ത്യയിലേക്ക് നാട് കടത്തിയ പോലെ വേണ്ടി വന്നാൽ കഴുത്തിലൊരു ചങ്ങലയൊക്കെ ഇട്ട് കയറ്റി അയക്കാവുന്ന ചരക്കാണ് ഈ പപ്പുക്കുട്ടൻ എന്നാണ് ആര് പറയുന്നത്? സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത്. ആ കേസിലാണ് ആ കേസ് ഡൽഹി ഹൈക്കോടതിയിൽ വന്നപ്പോഴാണ് ഇപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കോടതി ഇത് സംബന്ധിച്ച അന്വേഷണം ഇത്ര ദിവസത്തിനകം പൂർത്തിയാക്കാനൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ടൈം ലിമിറ്റ് കോടതി പറഞ്ഞാൽ ടൈം ലിമിറ്റിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കിട്ടും. ഏതായാലും CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം മറ്റൊരു കേസുണ്ട്. ലക്നൗ ഹൈക്കോടതിയിൽ വിഘ്നേഷ് ശിശിർ എന്ന് പറയുന്ന ഒരാളുടെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്നൗ ഹൈക്കോടതി എടുത്തിട്ട് പറഞ്ഞു, ഇതിനെ സംബന്ധിച്ച് എന്താ തെളിവ്? ആഭ്യന്തര മന്ത്രാലയത്തിനോട് ചോദിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന് നിരന്തരം നോട്ടീസ് കൊടുത്തിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, അമിത്ഷായുടെ ആഭ്യന്തര മന്ത്രാലയം ഇതിന് കൃത്യമായി മറുപടി കൊടുത്തില്ല. ഞങ്ങൾ ലണ്ടൻ സർക്കാരിന്, UK സർക്കാരിന് എഴുതിയിട്ടുണ്ട്, അവിടുന്ന് മറുപടി വന്നിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ വിഘ്നേഷ് ശിശിർ സ്വന്തം നിലയ്ക്ക് ലണ്ടനിലേക്ക്, UK കത്തയച്ചു. അദ്ദേഹത്തിന് അവിടെ നിന്നുള്ള മറുപടി കിട്ടിയത്, നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പകർപ്പ് നിങ്ങൾക്കും തരുന്നു എന്ന് പറഞ്ഞ് ഇയാൾക്ക് മറുപടി വന്നു എന്നാണ് വിഘ്നേഷ് ശിശിർ പറഞ്ഞത്. ഇയാൾ ഈ കത്ത് ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കിയിട്ട് പറഞ്ഞു, ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, പ്രൊസീഡിങ്സ് ആരംഭിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ രേഖകൾ പരിശോധിച്ച് ലക്നൗ ഹൈക്കോടതിയും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇയാൾ എന്ത് ചെയ്തു? വിഘ്നേഷ് ശിശിർ ലക്നൗവിലെ ഒരു പ്രത്യേക കോടതിയുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. MP-മാർക്കും MLA-മാർക്കുമുള്ള കേസുകളിൽ വളരെ പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കാൻ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. നമ്മുടെ എറണാകുളത്തുണ്ട്. MP-മാരും MLA-മാരുടെ കേസൊക്കെ പെട്ടെന്ന് തീർക്കണം. പാവപ്പെട്ട ജനങ്ങളുടെ കേസൊക്കെ നീണ്ടുപോയാലും MP-മാരും MLA-മാരൊക്കെ ദൈവതുല്യരായതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ കേസൊക്കെ തീർത്ത് അവരെ കുറ്റവിമുക്തരാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ല, കുറ്റം ഉണ്ടെങ്കിൽ കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കാനും കൂടിയാണ്. ആ കോടതിയിൽ ഇയാളൊരു പരാതി കൊടുത്തു, രാഹുൽ ഗാന്ധിക്ക് വിദേശ പൗരത്വമുണ്ട്, അതിൽ സാമ്പത്തിക ഇടപാടുകളുമുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ ഞാൻ EDക്ക് കൊടുത്തിട്ടുണ്ട്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ലണ്ടനിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന് കിട്ടിയ ഉൾപ്പെടെയുള്ള രേഖകൾ EDക്കും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കോടതി പരിശോധിച്ചിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇടണം, കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെയുണ്ട്, FIR ഇടണം എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷനുമായിട്ട് ഇയാൾ ഈ MP-മാർക്കും MLA-മാർക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചെന്നു. അപ്പോൾ കോടതി കഴിഞ്ഞ ദിവസം ആ കേസെടുത്തിട്ട് പറഞ്ഞു, ഈ ഡോക്യുമെൻറ്റ് കോടതി സീൽഡ് കവറിലാണ്. കോടതി പറഞ്ഞു, ഇത് EDക്ക് കൊടുത്ത ഡോക്യുമെൻ്റ് അല്ലേ? അതെ, EDക്ക് കൊടുത്ത ഡോക്യുമെൻറ്റ് ഇവിടെ സമർപ്പിക്കണമെങ്കിൽ EDയുടെ അനുവാദം വേണം. അപ്പോൾ വിഘ്നേഷ് ശിശിർ പറഞ്ഞു, അത് ED സംബന്ധിച്ചുകൊണ്ട് ED ഓഫീസറെ ഞാൻ വിളിച്ചു, അത് ഓവർ ഫോൺ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞു, അത് പറ്റില്ല, രേഖാമൂലം വേണം. കാരണം EDക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് രഹസ്യ സ്വഭാവമുണ്ട്. ED മറ്റ് ക്രിമിനൽ കേസുകളിൽ കിട്ടുന്ന FIR ആണ്.
ഡി ഇടുന്ന ECIR ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. FIRൻ്റെ കോപ്പി ആർക്കും കിട്ടും. ഇപ്പോൾ പ്രിയനോ ഞാനോ ഒരു കേസിൽ പ്രതിയാണെങ്കിൽ എനിക്കെതിരെ FIR ഇട്ടാൽ, നമുക്കെതിരെ FIR ഇട്ടാൽ അതിൻ്റെ ഒരു പകർപ്പ് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട്. ECIR അങ്ങനെയല്ല. ഡി ഇപ്പോൾ എനിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ECIR ഇട്ടാൽ, ഇപ്പോൾ ശബരിമല കേസിൽ ECIR ഇട്ടിട്ടുണ്ട്, പ്രതികൾ ആരൊക്കെയാണെന്നുള്ളത് വരുന്നേ ഉള്ളൂ. പക്ഷേ ആ പ്രതികൾക്ക് ഇതിൻ്റെ കോപ്പി കിട്ടാൻ അവകാശമില്ല. അതാണ് ഡിയുടെ FIRന് തുല്യമായ ECIRും ക്രിമിനൽ കേസിലെ FIRും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അതിനൊരു രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് അവർ സമ്മതിച്ചാൽ മാത്രമേ ഈ കോടതിക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പതുക്കെ ഡിയുടെ ഇടപെടലും വരികയാണ്. രാഹുൽ ഗാന്ധിയുടെ കേസിൽ, പൗരത്വ കേസിൽ CBI വന്നു കഴിഞ്ഞു, ഇനി ഡിയും വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത് വല്ലാതെ ഇത് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച കേസ് ഇങ്ങനെ മുറുകി വരികയാണ്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇതുവരെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ കേസിലും ഈ വിഘ്നേഷ് ശിശിറിൻ്റെ കേസിലും ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. ഇതാണ് ഈ കേസിലെ ഏറ്റവും നാടകീയമായ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് വിദേശ പൗരത്വമുണ്ട് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പല കേസുകളും വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഒരു സ്ത്രീയെ പുറത്താക്കി. അവർ പാകിസ്ഥാനിയാണ്, സർക്കാർ ജോലിയിൽ കയറിയിരിക്കുകയായിരുന്നു, പുറത്താക്കി. അപ്പോൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ കേസിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. ഇതാണ് CBI രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതാണ് ഏറ്റവും പുതിയ വാർത്ത. ശരിക്കും ഈ പറയുന്ന കേസ് എന്താണ്? അത് വളരെ കൗതുകരമായ കാര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് റൗൾ വിൻസി എന്നൊരു പേരുണ്ട്. അദ്ദേഹം ആ പേരിൽ ബ്രിട്ടനിൽ വേറെ 2-3 പേര് ചേർന്ന് ഒരു കമ്പനി ആരംഭിച്ചു. ബാക്ക് ഓപ്സ് എന്നാണ് പറയുന്നത്. ബാക്ക് ഓപ്സ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഓപ്പറേഷൻസ്, പുറകിലെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കറേജ് കമ്പനിയാണ്. വലിയ വലിയ ഇടപാടുകൾ അവർ നടത്തി കൊടുക്കും, അതിൻ്റെ കമ്മീഷൻ പറ്റും. അപ്പം രാഹുൽ ഗാന്ധി ആരാണ്? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പാണ് സോണിയാഗാന്ധിയുടെ മകൻ. സോണിയാഗാന്ധി മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിരിക്കുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ മുകളിൽ കസേരയിട്ട് നാഷണൽ അഡ്വൈസറായിട്ടിരിക്കുന്ന കാലം സൂപ്പർ പ്രധാനമന്ത്രിയായിരുന്നു. സൂപ്പർ പ്രധാനമന്ത്രിയുടെ മകനാണ് ആര്? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി റൗൾ വിൻസി എന്ന പേരിൽ ബ്രിട്ടനിലൊരു കമ്പനി തുടങ്ങി. ആ കമ്പനി തുടങ്ങുമ്പോഴത്തേക്ക് ബ്രിട്ടീഷ് പൗരൻ എന്ന് കാണിച്ചിട്ടാണ് കമ്പനി തുടങ്ങിയത്. റൗൾ വിൻസി ബ്രിട്ടീഷ് പൗരൻ. എന്നിട്ട് ബ്രിട്ടനിൽ ആദായ നികുതി അടച്ചു. മാത്രമല്ല ഇത് ഈ കമ്പനിയിലുണ്ടായിരുന്ന ആളുകളെ ഉപയോഗിച്ച് നമ്മുടെ ആ അഴിമതി വിരുദ്ധനായ, അഴിമതിയെ തൊട്ടു തീണ്ടിയിട്ടേ ഇല്ലാത്ത AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ സ്കോർപിയൻ അന്തർവാഹിനി ഇടപാട് ഈ ബാക്ക് ഓപ്സിലെ മറ്റൊരു ഡയറക്ടറായ അമേരിക്കക്കാരൻ്റെ പേരിൽ ഈ സ്കോർപിയൻ ഇടപാട് ശരിയാക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ കമ്മീഷൻ എവിടെ പോയിട്ടുണ്ടാവും? ബാക്ക് ഓപ്സിന് വന്നത്. ബാക്ക് ഓപ്സിന് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ നിയന്ത്രിക്കുന്ന സീറ്റിലിരിക്കുന്ന ഒരാൾ ബ്രിട്ടനിലൊരു കമ്പനി തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഭാരത സർക്കാരിൻ്റെ എല്ലാ ഇടപാടുകളുടെയും ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുക. അതിനുവേണ്ടി ഉണ്ടാക്കിയ കമ്പനിയാണ്. അതിന് ബ്രിട്ടനിൽ കൊടുത്ത ആ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നു. കാരണം രാഹുൽ ഗാന്ധി ഓർത്തിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ എൻ്റെ അപ്പൂപ്പൻ, അമ്മൂമ്മ, അച്ഛൻ, അമ്മ ഇപ്പോൾ ഒരു പാവയെ വെച്ച് ഭരിക്കുന്നു, ഇനി ഞാൻ പ്രധാനമന്ത്രി. അങ്ങനെ ഞങ്ങളുടെ ഈ വിശുദ്ധ ഗർഭത്തിൽ പിറന്ന ആളുകളായതുകൊണ്ട് ഈ ഭരണം എക്കാലവും ഞങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതിയിട്ടാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തത്. ഈ ബാക്ക് ഓപ്സിൻ്റെ പേരിൽ ഇന്ത്യയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു, വേറൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു. അത് പ്രിയങ്ക ഗാന്ധി അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഇങ്ങനെ ഈ കമ്പനി ഉണ്ടാക്കി. പക്ഷേ 2014 ഇവരുടെ സ്വപ്നങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങൾ ഇവരെ പുറംകാലിൽ ചവിട്ടി പുറത്താക്കിയിട്ട് മോഡി അധികാരത്തിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് ഈ കടലാസൊക്കെ പതുക്കെ പൊങ്ങി വരുന്നത്. ബ്രിട്ടീഷുകാരനായി 2 പാസ്പോർട്ട് കൈവശമുണ്ടായിരുന്നു. അങ്ങനെ 2 പാസ്പോർട്ട് കൈവശം വെക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഒറ്റ പൗരത്വമുള്ളൂ. നമ്മളെപ്പോഴെങ്കിലും വേറൊരു രാജ്യത്ത് പൗരത്വം സ്വീകരിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൗരത്വം തീരും. അപ്പോൾ രാഹുൽ ഗാന്ധി ബാക്ക് ഓപ്സ് എന്നുള്ള ഈ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിൽ പൗരത്വം എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം പോയി. ഇനിയിപ്പോൾ അന്ന് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ കളഞ്ഞു എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പുതുതായിട്ട് സിറ്റിസൺഷിപ്പിന് വേണ്ടി അപേക്ഷിക്കണം. അതും ചെയ്തിട്ടില്ല. അതും ചെയ്യാതെ രാഹുൽ ഗാന്ധി തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്നു. ഇയാൾ ഇപ്പോൾ ഇന്ത്യൻ പൗരനല്ല, ബ്രിട്ടീഷ് പൗരത്വമാണ് ഇയാൾക്കുള്ളത്. അതുകൊണ്ട് ഇയാളെ എല്ലാ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കണം എന്നാണ് ഹർജിയിലെ ആവശ്യമെങ്കിലും അത് അംഗീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യം എന്താ? രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. അപ്പോൾ ഈ കേസിലാണ് ഇപ്പോൾ CBI അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. പക്ഷേ മലയാളത്തിലെ പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായവും വേണം. നിങ്ങൾ ഈ വാർത്തകൾ, നമ്മുടെ വീഡിയോകൾ കണ്ടതിന് ശേഷം
ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ലോഗോ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അതിൽ സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് ഞെക്കിയാൽ മതി. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കണമുണ്ട്, ഞെക്കണ്ട, പതുക്കെ തൊട്ടാൽ മതി. അവിടെയും ഒന്ന് വിരൽ തൊട്ടാൽ ഇന്ത്യ ലൈവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാവും. അത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തായി മാറും.